ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്രിന്ററിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. TVS എന്ന കമ്പനിയുടെ LP46 Lite എന്ന മോഡൽ പ്രിന്റർ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു. ലൈക്കും കമന്റും ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ TVS ഇലക്ട്രോണിക്സ് എന്ന കമ്പനിയുടെ LP46 Lite എന്ന ബാർകോഡ് പ്രിൻ്റർ അൺബോക്സ് ചെയ്യുകയാണ്. അപ്പം ഇതാണ് പ്രിൻ്ററിൻ്റെ ബോക്സ് വരുന്നത്. ഇതിൻ്റെ അകത്താണ് പ്രിൻ്റർ ഉള്ളത്. അപ്പോൾ ഇവിടെ ചെറിയ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകാതെ ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട, മുകൾ ഭാഗം ഓപ്പൺ ചെയ്യണം, ഒരിക്കലും താഴെ ഭാഗം ഓപ്പൺ ചെയ്യരുത്. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ഈ ബോക്സിൻ്റെ അകത്ത് വേറൊരു ബോക്സ് കാണാം. അതിലെന്തൊക്കെയാണുള്ളത് വെച്ചാൽ നമ്മളെ പവർ കോഡ്, അഡാപ്റ്റർ, USB കേബിള്, പ്രിൻ്റ് ചെയ്യുന്ന പേപ്പർ, പിന്നെ റോളർ, ഇതെല്ലാം ഉള്ളൊരു സെറ്റാണത്. അതായത് നമ്മൾ ബാർകോഡ് പേപ്പർ വെക്കുന്ന റോളർ കാര്യങ്ങളൊക്കെ ഉള്ളൊരു സെറ്റാണ് വരുന്നത്. പിന്നുള്ളത് പ്രിൻ്ററാണ് ഈ കാണുന്നത്. അപ്പോൾ പ്രിൻ്റർ നമ്മൾ ബോക്സിൽ നിന്ന് മാറ്റി ശേഷം ഈ തെർമോകോൾ പീസുകൾ ഒഴിവാക്കാം. ഓക്കെ, തെർമോകോൾ പീസ് ഒഴിവാക്കി റിമൂവ് ചെയ്തു. ഈ കവർ റിമൂവ് ചെയ്യാം. ഓക്കെ, കവർ റിമൂവ് ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഈ കംപ്ലീറ്റ് കാണുന്ന ഈ ഓറഞ്ച് ടാപ്പുകൾ റിമൂവ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയം പ്രിൻ്റർ ഒന്നും ഓൺ ചെയ്യാനോ ഒന്നും ചെയ്യാൻ പാടില്ല. കംപ്ലീറ്റ് ഈ കാണുന്ന ഓറഞ്ച് ടാപ്പുകളും ഈ തെർമോകോൾ പീസുകളെല്ലാം റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, ഇതിലൂടെയാണ് പേപ്പർ പ്രിൻ്റ് ചെയ്ത് പുറത്തോട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തിലൂടെയാണ്. ശ്രദ്ധിച്ച് റിമൂവ് ചെയ്യാൻ എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത സ്ഥലത്തെല്ലാം ഈ ഓറഞ്ച് ടാപ്പുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ശരിക്ക് സൂക്ഷിച്ച് വേണം നമ്മൾ റിമൂവ് ചെയ്യാൻ. ഓക്കെ, ഒരു ടാപ്പ് പോലും റിമൂവ് ചെയ്യാതിരിക്കരുത്. പിന്നെ പ്രിൻ്റർ ഓൺ ആക്കി കഴിഞ്ഞാൽ എയർലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കൂടുതൽ കോംപ്ലിക്കേഷൻ ആണെങ്കിൽ ഇതിൻ്റെ യൂസർ മാനുവൽ വരുന്നുണ്ട്. എങ്ങനെയാണ് പ്രിൻ്റർ ഫസ്റ്റ് അൺബോക്സ് ചെയ്യേണ്ടതും, എങ്ങനെയാണ് ഇതിൻ്റെ റോളറും കാര്യങ്ങളും പേപ്പറൊക്കെ എങ്ങനെയാണ് വെക്കേണ്ടത് എല്ലാം ഉള്ളൊരു യൂസർ മാനുവൽ ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് റീഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രിൻ്ററിൻ്റെ ബോക്സിൽ അല്ലെങ്കിൽ പ്രിൻ്ററിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും കമ്പനിയുടെ ടോൾ ഫ്രീ നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് അവരെ ഫുൾ സപ്പോർട്ടും കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ മതി. നിങ്ങളുടെ നിയറസ്റ്റുള്ള ടെക്നീഷ്യൻ്റെ നമ്പറോ അല്ലെങ്കിൽ നിയറസ്റ്റ് സർവീസ് സെൻ്ററിൻ്റെ നമ്പറോ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരുന്നതാണ്. അപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ജസ്റ്റ് ഒരു മിനിറ്റ്, ക്യാമറ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഈ പേപ്പർ വെക്കുന്നത് 2 കൈ കൊണ്ട് വേണം. അതുകൊണ്ട് തൽക്കാലം ഒന്ന് ക്യാമറ മാറ്റി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഈ പേപ്പറൊക്കെ കുറച്ച് ടൈം വേണ്ടി വന്നു, അതുകൊണ്ടാണ് സോറി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് ചെയ്യുന്ന കാർബൺ പേപ്പർ, അതായത് പേപ്പറിലേക്ക് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന മാറ്റർ പതിയുന്ന ആ കാർബൺ അല്ലെങ്കിൽ മഷി എന്ന് പറയുമല്ലോ, ആ റോളാണ് ഇപ്പോൾ വെക്കുന്നത്. ചെറിയൊരു കോംപ്ലിക്കേറ്റഡ് ഉണ്ടാവും, എന്നാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇനി സിമ്പിളായിട്ട് ആ യൂസർ ഗൈഡ് വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് വെക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇതേപോലെയാണ് ഇതിൻ്റെ കാർബൺ റോളർ വെക്കേണ്ടത്. നമുക്ക് ആ ബോക്സ് നമ്മൾ നേരത്തെ കണ്ടില്ലേ, ചെറിയൊരു ബോക്സ്, അതിൻ്റെ ഉള്ളിൽ കുറേ റോളറും സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അതിൻ്റെ യൂസേജ് ഈ ഒരു കാർബൺ പേപ്പർ വെക്കുന്ന സമയത്തും കാർബൺ റോളർ വെക്കുന്ന സമയത്തും പേപ്പർ വെക്കുന്ന സമയത്താണ് അതിൻ്റെ ഉപകാരങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ യൂസേജ് ഉള്ളത്. അപ്പോൾ നമ്മളത് ഒഴിവാക്കാനോ വലിച്ചെറിയാനോ പാടില്ല. അത് പ്രിൻ്ററിൻ്റെ മെയിൻ ഘടകങ്ങളിലൊരു കാര്യമാണത്. ഓക്കെ, ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ആ റോളർ ഒന്ന് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ റോളറിൽ മടക്കു കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പിന്നെ ആകെ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന ഔട്ട്പുട്ടിലും ആ ഒരു ബെൻഡോ മടക്കം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കും, അത് പ്രിൻ്റ് ചെയ്യാതെ വരും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യണം. താഴോട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കാവും. ഇനി ഇതിൻ്റെ കൂടെ ചെറിയൊരു പേപ്പർ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അഡീഷണൽ കുറച്ചുകൂടി കൂടുതലുള്ള പേപ്പർ വാങ്ങിയതിന് ശേഷം ഇതേപോലെ ആ സ്റ്റാൻഡുകൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ, 2-3 സ്റ്റാൻഡ് കൂടെ കിട്ടിയത് കണ്ടില്ലേ, ആ സ്റ്റാൻഡ് ഇതേപോലെ ക്ലിപ്പ് ചെയ്ത് പ്രിൻ്ററിൻ്റെ അകത്ത് വെക്കണം. ഈ റോളർ പ്രിൻ്ററിൻ്റെ അകത്താണ് വരുന്നത്, കണ്ടില്ലേ, ഇതേപോലെ സിമ്പിളായിട്ട് വെക്കണം, ശ്രദ്ധിക്കുക. എന്നിട്ട് ആ പേപ്പർ റോളറിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഭാഗം ഇതേപോലെ ഈ ഇടയിലൂടെ കൊണ്ടുവരണം. കാരണം ഈ താഴെ ഭാഗത്താണ് ഈ ഹെഡ് കിടക്കുന്നത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ ഇതേപോലെ വലിച്ചു കൊണ്ടുവരണം. ഓക്കെ, ഏകദേശം അതും കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഫൈനലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫൈനലായിട്ട് ഈ ഡോറ് ക്ലോസ് ചെയ്യുക. ഓക്കെ, പേപ്പറും ഇങ്ക് റോളറൊക്കെ പ്രിൻ്ററിന് അകത്താണ് വരുന്നത്. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പവർ അഡാപ്റ്റർ വെച്ചിട്ട് പ്രിൻ്റർ ഒന്ന് ഓൺ ചെയ്യുക. അപ്പോൾ പ്രിൻ്റർ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അവിടെ ഗ്രീൻ ലൈറ്റ് ആവില്ല, ഓറഞ്ച് ലൈറ്റ് ആവും, ഫ്ലാഷ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ടെസ്റ്റ് പേജ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. ജസ്റ്റ് പ്രിൻ്റർ ഓഫ് ചെയ്തിട്ട് ആ ബട്ടൺ പ്രസ് ചെയ്തിട്ട് പ്രിൻ്റർ ഓൺ ആക്കുക. ഓൺ ചെയ്യുന്ന സമയത്ത് പ്രിൻ്റ് വരും, ടെസ്റ്റ് പേജ് വരുന്നുണ്ട്. യെസ്, അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തതെല്ലാം കറക്റ്റാണെന്നുള്ളത് റിപ്പോർട്ടാണ്, റിസൾട്ടാണ് ഈ ഒരു കാണുന്ന പ്രിൻ്റ് ഔട്ട്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും കമൻറ്റും ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ, തീർച്ചയായിട്ടും റീപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.